ഓക്കെ, നമ്മളിന്ന് ചേർത്തല മായിത്തറ ഫുഡ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. ഇത് ബേസിക്കലി ഡെവലപ്മെൻറ്റിലുള്ളൊരു ഫാമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്ലാന്റിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് മാക്സിമം എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. 1 ഏക്കർ സൈറ്റ് ഉണ്ട്. അത് നമ്മൾ ഏകദേശം 200+ ട്രീസ് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞു. ബാക്കി ഷ്രബ്സും ഹെർബ്സും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആസ്ഥാനം ആ കാണുന്നതാണ്. വളരെ സിമ്പിൾ ലൈഫ്. ബാക്ക് ടു എർത്ത് എന്നുള്ള പേര് തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മഴവെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് കൈ കഴുകാനുമല്ല. ലളിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ലളിതമായ ജീവിതം തന്നെയാണ്. നമ്മളിവിടെ കൗച്ചിലോ സോഫയിലോ ഒന്നും ഇരിക്കണം. നമ്മൾ ചാക്കിങ്ങനെ നൈസായിട്ട് വിരിച്ചിട്ട് തറയിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമുക്ക് മണ്ണിലിരിക്കുന്ന അത്രയും സുഖം വേറൊരു എവിടെ ഇരുന്നാലും കിട്ടാറില്ല. സത്യമായിട്ടും മണ്ണിനെ നമുക്ക് നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാനും നമ്മുടെ ബോഡിയെ ഗ്രൗണ്ട് ചെയ്യാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ചാക്കുകളാണ് ഞങ്ങളുടെ കൗച്ചും കിടക്കയും ചെയറും എല്ലാം. പ്രത്യേക സുഖമാണ് മണ്ണിലിരിക്കാൻ. ഇരുന്ന് നോക്കൂ, അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ സൈറ്റുകളിലും നമ്മുടെ എല്ലാ സൈറ്റുകളിലും ഞാൻ ബെയർ ഫുട്ടാണ് നടക്കാറ്. കാരണം സൈറ്റുകളിൽ ഓൾമോസ്റ്റ് എല്ലാ കുപ്പിച്ചില്ലും കാലിൽ കുത്തിക്കയറാൻ സാധ്യതയുള്ള എല്ലാ പരിപാടികളും നമ്മൾ മാറ്റാറുണ്ട്. പിന്നെ പാമ്പ് ഉള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ഏകദേശം അറിയാം. പുല്ലെല്ലാം വെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കാനുള്ള ജീവിതം. ഇന്ന് വളരെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. ഇന്ന് രാകേഷ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്ലാന്റ്സ് എല്ലാം മാപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം മാപ്പെല്ലാം ചെയ്ത് അതെല്ലാം ടാഗ് ചെയ്ത് കറക്റ്റായിട്ട് ഫൈനലായിട്ട് നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കണം. പിന്നെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്സ്, കുറച്ച് പുല്ല് വെട്ടാനുണ്ട്. പിന്നെ കുറച്ച് ചെടികളെല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ട്. കുറച്ച് ശീമക്കൊന്ന എല്ലാം നമുക്ക് പിഴുത് മാറ്റാനുണ്ട്. ശീമക്കൊന്ന നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള ട്രീസിന് സപ്പോർട്ടിങ് ആയിട്ടാണ്. അപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ട്രീസ് എല്ലാം അടിപൊളിയായിട്ട് വരികയും ചെയ്യും. നമ്മൾ ശീമക്കൊന്ന അത് കഴിയുമ്പോൾ മാറ്റുകയും ചെയ്യും. തുടങ്ങാം. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലി 3rd ഫേസ്, സ്വീറ്റ് ലോവി 2nd ഫേസ്. ഇനി അതാ ജബോട്ടിക്കാബ സബാറ 2nd ഫേസ്. പിന്നെ വടുകപ്പുളി 2nd ഫേസ്. കാട്ടുപയർ നൈട്രജൻ ഫിക്സിങ്ങിന് വളരെ നല്ലതാണ്. വളമായിട്ട് ഒട്ടിച്ച് കുത്തി ഉപയോഗിക്കാം. മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അഗ്രസീവാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. അടുത്തത് പൂങ്കാവിലാണ് ഒരു സൈറ്റ്. അവിടെ നമുക്ക് കുറച്ച് വീഡ് മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ചെടിച്ചട്ടികളിൽ വെച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ.